നമ്മളെടാ പോന്നേ? റയൂനെടാ പോണ്ടിയേ? റയൂനെടാ പോണ്ടിയേ? കോഴിക്കോടാ? കോഴിക്കോട്. റയൂനെടാ പോണ്ടി? ബീച്ചിലാ? വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മള് പിൻഭാഗത്തു നിന്ന് അങ്ങനെ പല അപശബ്ദങ്ങളും ഉണ്ടാവും, ആരും ശ്രദ്ധിക്കാതിരിക്കുക. നമ്മൾ ശബ്ദം ഉണ്ടാക്കിട്ട് കുത്തിയതായിരുന്നു. സോറി. ഓക്കെ, ശബ്ദം ഉണ്ടാക്കല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് ടൗണിൽ പോവാണ്. ഇന്നത്തെ പോക്കിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു വിളക്ക് വാങ്ങണം. അമ്മച്ചിക്ക് ഒരു വിളക്ക് വേണം അല്ലേ? നമ്മളെ പണ്ടത്തെ ഒരു വിളക്കാണ്. എന്റെ മനസ്സിലൊരു വിളക്കുണ്ട്. അവൾക്കാന്ന് അമ്മച്ചി ഉദ്ദേശിച്ച വിളക്ക് എനിക്ക് അറിയില്ല. എന്തായാലും നമ്മള് മുട്ടായി തെരുവിൽ കുറെ വിളക്ക്, എന്തായാലും മറ്റേ സാധനങ്ങളുടെ പേരൊക്കെ ഉരുളി, ചെമ്പ്, ഹിന്ദി എന്നീ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ കുറെ ഉണ്ട്. എന്തായാലും നമുക്ക് കാണിച്ചു തരാം. അപ്പൊ അവിടെ പോയിട്ട് ഈ വിളക്കിന് സെർച്ച് ചെയ്യലാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, നോക്കാം. എന്റെ കൂടെ ഞങ്ങൾ ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ജോയിൻ ചെയ്യുന്ന ഉദ്ദേശം പോയി കുറച്ച് ചായ കുടിക്കുക. അങ്ങനെ നമ്മൾ ഉമ്മച്ചി ഉദ്ദേശിച്ച വിളക്കിന്റെ പേരൊന്ന് ഒരാളോട് വിളിച്ച് ചോദിക്കായിരുന്നു. കുഞ്ഞു JCB-നെയാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. എന്ത് JCB-യാ? കുഞ്ഞു JCB. പോകുന്ന വഴിയിൽ ഉമ്മച്ചിക്ക് ഒരാളെ കാണാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അത് അവിടെ നല്ലൊരു കനാലൊക്കെ കണ്ട് അങ്ങനെ സിത്തുവിൻ്റെ ഫോട്ടോ സെക്ഷനാണ് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി ഉണ്ട് കേട്ടോ, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അടിപൊളി സ്ഥലമാണ്. അത് നമുക്കൊരു സൂപ്പർ നെയ്യപ്പം കിട്ടി. ഞാൻ നെയ്യപ്പം കഴിക്കാറില്ല, പക്ഷേ നല്ലൊരു സോഫ്റ്റ് ഉണ്ടായിരുന്നു. ഒരു കഷ്ണം കഴിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് ബീച്ച് സൈഡിലേക്കാണ്. ആദ്യം ചായ കുടിച്ചിട്ട് വിളക്ക് നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ ഈ ഷോപ്പിൽ നല്ല പഴയ നമ്മുടെ കോയിൻ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കോഫിയും ചായയൊക്കെ പറഞ്ഞ് സംഭവം ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റി. കല്ലുമ്മക്കായി ഒക്കെ ആണ് കേട്ടോ, എല്ലാം അടിപൊളി ടേസ്റ്റിയാണ്. ഒരു രക്ഷയില്ല. ഞങ്ങൾ ഇത്രയും കാലം നമ്മുടെ ബീച്ചിന്റെ അപ്പുറത്ത് നാൻ കൊടുക്കല്, ഇത് ഞങ്ങൾ കണ്ടില്ല. സംഭവം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് തന്നെയുള്ള ബീച്ച് സൈഡിലേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. നല്ല കല്ലൊക്കെ ഉണ്ട് കേട്ടോ, കല്ലിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഞാൻ ഇറങ്ങുകയാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങാൻ. കാരണം ഒരു പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ടായിരുന്നു, എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോയതാണ്. അപ്പോൾ അതാ കുറേ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു അന്ന് അവിടെ നിൽക്കാൻ. ഞാൻ പൊതുവേ ഒരു ബീച്ച് പേഴ്സൺ ഒന്നല്ല, പക്ഷേങ്കിൽ അന്ന് എനിക്കറിയില്ല, എനിക്ക് കുറേ നേരം അവിടെ നിൽക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു കാലാവസ്ഥയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ചെറിയ നല്ലൊരു തണുപ്പും നല്ലൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ സിത്തുവിൻ്റെയൊക്കെ കുറേ ഫോട്ടോ സെക്ഷനാണ് കാണുന്നത്. ഞാൻ ഈ വ്ളോഗിന് വേണ്ടി വീഡിയോ എടുക്കാനാണ്ട് ഞാൻ അങ്ങനെ ഫോട്ടോസ് എടുക്കൽ കുറവാണ്. ഗാലറി നോക്കും, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഗാലറി നോക്കുമ്പോഴാണ് അത് മനസ്സിലാകുക. അപ്പോൾ അമ്മച്ചി വിളക്ക് കിട്ടാത്ത വിഷമത്തിലാണ്. എന്തായാലും നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വിളക്ക് വാങ്ങലാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു കോണൊക്കെ വാങ്ങി പോവാണ്. കണ്ടു, എന്ത് നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ക്യാമറ കാണുമ്പോൾ തന്നെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ നെക്സ്റ്റ് വിളക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആ ഷോപ്പിലെത്തി. ഷോപ്പിൽ ഞാൻ ഇങ്ങനത്തെ ഷോപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, എന്തൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് അവിടെ ഉള്ളതെന്നറിയാം. ഇതൊരു ആൻറ്റിക് കളക്ഷനാണ് കേട്ടോ, 100 വർഷം പഴക്കമുള്ള ഒരു ആൻറ്റിക് കളക്ഷൻ. അടിപൊളിയുണ്ട്. ഇത് മാത്രമല്ല, പലതരം നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ഷോക്ക് വെക്കാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായല്ലോ. അങ്ങനെ നമ്മൾ നോക്കി വന്ന വിളക്ക് ഒരു സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ ഷോപ്പിലില്ല. അപ്പോൾ നമ്മൾ അവരോട് നമ്പറൊക്കെ വാങ്ങി 2 ആഴ്ച കഴിഞ്ഞിട്ട് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, പലതും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഫൈനലി ഉമ്മച്ചി പണ്ടേ വിചാരിക്കുന്ന ഒരു ഉരുളി ഇവിടെ കണ്ടു, അതും കൂടി നോക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് എന്തായാലും ലേറ്റായി, അപ്പോൾ ഡിന്നർ കൂടി കഴിച്ചിട്ട് പോകാൻ വിചാരിച്ച് നമ്മളൊരു ദോശ കഴിക്കാൻ കയറിയതാണ്. പല വെറൈറ്റി ദോശകളുണ്ട്. ഞാൻ ബീഫ് ദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഒരു ഉണ്ടാക്കുന്ന സ്റ്റൈലൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. നല്ല ദോശയായിരുന്നു കേട്ടോ. പിന്നെ ചായയൊക്കെ കുടിച്ചതിനെ കൊണ്ട് വലുതായിട്ട് അങ്ങോട്ട് കഴിക്കാനും ആയില്ല, പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗ്. അപ്പോൾ മറ്റൊരു വ്ളോഗുമായി വീണ്ടും കണ്ടു. ബൈ ബൈ.